നിമിഷ ഹാപ്പി ഈസ്റ്റർ. ഞാൻ നിമിഷം കയ്യിൽ ഈസ്റ്റർ എക്സ് ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കൊരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈസ്റ്ററിന് പറയുന്ന കേട്ടോ പറഞ്ഞത്. അത് ഓൾറെഡി നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു അല്ലെ? ഇപ്പൊ ഓൾറെഡി റീല് വന്ന് കാണും കേട്ടോ. ആളുടെ പേര് കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കാം. എത്രയൊക്കെ ഉണ്ടായിരുന്നു നിമിഷ? 29 എക്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു കോൺടെസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വിന്നറിനെ നമുക്ക് കിട്ടി കേട്ടോ അല്ലെ? ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് നിന്ന് അനശ്വരനെയാണ് തെരഞ്ഞെടുത്തേക്കണം കേട്ടോ. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പോകാൻ സാധാരണ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇന്നും ലേറ്റ് ആയിട്ട് ഇറങ്ങി എന്ന് ഓർത്തോണ്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങിയതാണ്. 15 മിനിറ്റ് എന്നും ലേറ്റ് ആവും കേട്ടോ. 9:20 ഇറങ്ങി കേട്ടോ. അപ്പൊ 20 മിനിറ്റ് ലേറ്റ് ആയെന്ന് ഓർത്തോണ്ട് ഇറങ്ങിയതാ. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി പകുതി ദൂരം പോയപ്പോഴാണ് മനസ്സിലായത് ഒരു സമയം 1 മണിക്കൂർ പുറകോട്ട് പോയി. അതെ, ഡേ ലൈറ്റ് സേവിംഗ് ആണ് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് 1 മണിക്കൂർ പുറകോട്ട് പോയി. ക്ലോക്ക് നോക്കിയപ്പം 9:10 ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പം. ഞങ്ങൾ അവിടെ വരെ എത്തി കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഫോണിനകത്ത് വണ്ടിക്കത്തൊക്കെ സമയം ഓട്ടോമാറ്റിക് മാറും കേട്ടോ. നോക്കിയപ്പോഴത്തേനും 9:20 ക്ലോക്ക് നോക്കി ഇറങ്ങിയതാണ്. അതാണ് പണി കിട്ടിയത്. 1 മണിക്കൂർ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നേരത്തെ പള്ളിയിൽ പോയി. ചേച്ചാൽ ഭയങ്കര ആഗ്രഹം നമ്മള് എല്ലാം തുടങ്ങണതിന് മുമ്പ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞോളൂ. നമുക്ക് ഒരു ദിവസമെങ്കിലും 5 മിനിറ്റ് മുന്നേ പള്ളിയിൽ പോയെന്ന്. ഇന്ന് നമുക്ക് ഇറങ്ങിയേക്കാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഈസ്റ്റർ. നമ്മളെ കണ്ടെന്നാൽ സുന്ദരി കുട്ടിയായിട്ട് ഡ്രസ്സൊക്കെ മാറി ഇരിപ്പുണ്ട്. ഹലോ ഹലോ, പള്ളി വരുന്നില്ലേ? ബാ. ഞങ്ങളെല്ലാം വെള്ളയാണ് കേട്ടോ ഇന്ന് അല്ലെ? നല്ലൊരു ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ വൈറ്റ് ഇട്ട് ഇറങ്ങാന്ന് വിചാരിച്ച്. ഇങ്ങനെക്കൊണ്ടും ചെറിയൊരു പിണക്കത്തിലാണ്. ഞങ്ങൾ മാറ്റിയെടുത്തോളാം. വേണ്ടേ അവളിപ്പോ എന്തിനാണ് പിണങ്ങിയത് അറിയാമോ? ഒന്ന് കയറ്റി ഇരുത്തിയിട്ട് ഇറക്കിയിട്ടാണോ എന്നൊരു സംശയമുണ്ട്. മീറ സമയം പോയി കേട്ടോ. അങ്ങനെയൊന്നും നമ്മുടെ മീറ പിണങ്ങത്തില്ലല്ലോ. മിറക്കുട്ട നല്ല കൊച്ചാണ് അല്ലേ മിറക്കുട്ടാ? അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ 5 മിനിറ്റ് നേരത്തെ പള്ളി പോവാണ്ടോ. അല്ല, ചാച്ചനും മമ്മിയൊക്കെ ഉണ്ടായിരുന്നപ്പോ നമ്മൾ മലയാളം പള്ളി പോകുമ്പോ നമ്മൾ ഇച്ചിരി നേരത്തെ പോവായിരുന്നേ. ഇപ്പഴ നമുക്ക് ഇച്ചിരി താമസം, എപ്പോഴും ഒരു 10 മിനിറ്റ് നമ്മൾ താമസിച്ചേ പോകുള്ളൂ. നല്ല പാലപ്പവും എന്നാ കഴിക്കണ ചിക്കൻ സ്റ്റൂ. നിമിഷം നല്ല കീഴിലും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പാലപ്പം നമ്മൾ ഇന്നലെ അല്ലെ അരച്ചു വെച്ചിട്ടുണ്ട്. പൊങ്ങിയെന്ന് നോക്കണം, അവിടെ ചെന്നിട്ട് നോക്കണം കേട്ടോ. പള്ളി പോയി വന്നിട്ട് നമുക്ക് നോക്കാം. പാലപ്പവും സ്റ്റൂവും കഴിക്കണം. സ്പെഷ്യൽ പാലപ്പവും സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ അല്ലേ? അതെ, എല്ലാം സ്പെഷ്യൽ. ഈസ്റ്റർ സ്പെഷ്യൽ. എനിക്കൊരു ചോക്ലേറ്റ് കിട്ടി കേട്ടോ. കഴിക്കാത്ത എല്ലാം ചോക്ലേറ്റ് ആയിട്ട് ഒരു ഇരിപ്പുണ്ട്. അയ്യോ, വണ്ടി തൊടല്ലേ. ഹലോ, ഹായ് ബണ്ണി. ഓക്കെ, ഇനി നമ്മൾ എന്നെ ചെയ്യാൻ പോവാ? എഗ് ഹണ്ടിങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം വേറെ ഏത് സോങ്ങാ പാടാൻ പോകുന്നേ? പാടിക്കേ. പാടിക്കേ. ഓക്കെ, കം ഓൺ. അവിടെയല്ല, അമ്മ എല്ലാം പുറത്താ വെച്ചേക്കുന്നേ. യെസ്, can we go? കവറിനകത്തിട്ടോ. പണ്ണിന് മിറ ഓൾറെഡി തിന്നു കിട്ടോ. ഇനിയുണ്ടോ മിറ? ഓ ലുക്ക് നൈസ്. കണ്ടോ അമ്മേ? അയ്യോ, അത്ര ഇനിയുണ്ടോ മിറ എക്സ്? അങ്ങനെ എടുത്തേ. മിറക്കൂട്ടാ, എഗ് എല്ലാം കിട്ടിയോ? എഗ് കാണിച്ച അമ്മേനെ. എഗ് ഒന്ന് കാണിച്ച അമ്മേനെ. അയ്യോ, ഇത് ഒത്തിരി എഗ് ഉണ്ടല്ലോ മോനെ. അമ്മയ്ക്ക് തരാവോ ഒരു എഗ്? അയ്യോ, അമ്മയ്ക്ക് തരാവോ പ്ലീസ്? മമ്മിക്ക് ഒരെണ്ണം തരാവോ? ഓക്കെ, കൊച്ചിന് അമ്മ ഒരെണ്ണം പൊളിച്ചു തരട്ടെ. ഇത്ര ഈസ്റ്റർ എഗ്സ് ഉണ്ട് മിറക്കുട്ടിന്. നല്ല ചോക്ലേറ്റ് ചായ. ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ തിന്നാണ്ടിരിക്കുകയാണ്. ഈസ്റ്റർ ആയിട്ട് തിന്നാന്നോർത്ത്. പോട്ടെ, അപ്പം ചുട്ട് സ്റ്റൂവും കഴിക്കുമ്പോൾ
ചിക്കൻ സ്റ്റൂ. അതെ. അപ്പം നമ്മുടെ അപ്പം പൊങ്ങി വരാൻ ഇച്ചിരി കൂടെ സമയം കൊടുക്കണം കേട്ടോ. ഇന്നൊരു ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് പൊങ്ങിയില്ല. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പം പൊങ്ങാനുള്ള ഒരു സമയത്തിനിടയ്ക്ക് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതായത് അത് കുഴപ്പമില്ല, ഇന്ന് എൻ്റെ ബിരിയാണി. കുറേ പേര് എന്നോട്, ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി പറയാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ പറഞ്ഞില്ല കേട്ടോ, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അവിടെ നിമിഷം ഞാൻ എൻ്റെ അകത്ത് വേണ്ട, നീ വെക്കണ്ട, ഞാൻ വെച്ചോളാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇന്നലെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചോട്ടെ. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, കുറച്ച് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ സാധാരണ മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇതല്ലാതെ വേറെ ഒരു മസാല ഇനി നമ്മൾ ബിരിയാണിക്കകത്ത് ഇടുന്നില്ല കേട്ടോ. ഇനി ആപ്പാടി ഇടുന്നൊരു പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരം മസാലയാണ്, പ്രത്യേകം രണ്ടും കൽപ്പിച്ച. അപ്പം ഞാൻ ഈ ചിക്കൻ വറുത്ത ചിക്കൻ ബിരിയാണി ആട്ടോ ഇന്ന്. അതുകൊണ്ട് ഇച്ചിരി എണ്ണയൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്, വറുത്തെടുക്കാം. ഓക്കെ, ഫുൾ റെസിപ്പി ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാം കേട്ടോ. നിങ്ങളെ ഈസ്റ്ററിനൊക്കെ എന്ത് ഹെൽത്ത് കോൺഷ്യസ് നിമിഷം അല്ലേ? മീറ എന്നെ മേടിക്കാൻ തരാം. മീറ ഇപ്പൊ എന്നെ പറഞ്ഞു മീറ എവിടെ കളയാൻ കൊണ്ടുപോകുന്നേ? സൈക്കിൾ ചെയ്യാൻ പോകണം. റീസൈക്കിൾ അവളൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കേട്ടോ. ഞെട്ടിപ്പോയിട്ട് എന്നോട് മമ്മി ഇവിടെ ഇടത്തില്ല മമ്മി, റീസൈക്കിൾ ബിന്നിലിടണം. ഇവിടെ അങ്ങനെ നമ്മള് കുപ്പികളും അങ്ങനെ റീസൈക്കിൾ ചെയ്യുന്ന വേസ്റ്റ് ഒക്കെ നമ്മൾ അങ്ങനെയാണ് കളയുന്നത്. അവിടെ ബിന്നുണ്ട്, മഞ്ഞ ബിന്നിൽ കൊണ്ടിടാൻ അവള് പറയുന്നത്. നീ കൊണ്ടിട. നിമിഷം ഞാൻ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം പറക്കി തിന്നോ കേട്ടോ. നിമിഷം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിക്കനകത്ത്, ബിരിയാണിക്കകത്ത് ചിക്കൻ ഇല്ലെന്ന് എന്നോട് പറയരുത്. ആദ്യ പടി സൂപ്പായിരുന്നു, അടിപൊളി ചിക്കൻ വറുത്തത്. ടേസ്റ്റ് ഇല്ലേ? ബാക്കി ഞങ്ങൾ വറുത്തോണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആക്കി കേട്ടോ. കാരണം അപ്പം നമുക്ക് ഡിന്നർ ആക്കിയാലോ. അപ്പം പകുതി പൊങ്ങി, മൊത്തം പൊങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ മൊത്തം പൊങ്ങാതെ കഴിക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. എന്റെ സ്റ്റൂ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് എനിക്കൊരു വിഷമം. അത് കുഴപ്പമില്ല, സ്റ്റൂ കാണിച്ചു എടുത്തോണ്ട് പാടി. മെരക്കൂട്ടൻ അതുപോലെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ, മിടിക്കായിട്ട്. കൊച്ചെങ്കിലും കഴിക്കട്ടെ. ഞങ്ങൾ ബിരിയാണി ആക്കാൻ തീരുമാനിച്ചു. ഉച്ചക്കത്തെ ലഞ്ച് നിമിഷയുടെ സ്റ്റൂ ആണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റൂ. ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റാ, അടിപൊളി. ഒന്ന് ഇളക്കി കാണിച്ചു കൊടുത്ത ശേഷം കേട്ടോ. നല്ല കുറുകിയിരിക്കുന്ന ചിക്കൻ സ്റ്റൂ കേട്ടോ. കുറച്ച് ചിക്കനാ ഉള്ളേ. ഞാൻ മസാല പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവള് രാവിലെ സ്റ്റൂ ഒപ്പം കഴിക്കണമെന്ന് പറഞ്ഞു. ഈവനിങ് ഷിഫ്റ്റും കഴിഞ്ഞ് ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ ഏറ്റവും ഉണ്ടാക്കിയ സ്റ്റൂ ആ. ഇച്ചായം പള്ളിയിൽ വരുമ്പോൾ കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പം ഞങ്ങളെ ചതിച്ചു. അപ്പം പൊങ്ങില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 1/4 ഫ്രൈ ആയാലും മതിയേ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചു, നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ തക്കാളി, ഒരു 3 ചെറിയ തക്കാളി കേട്ടോ. 2 വലിയ തക്കാളി ആണെങ്കിലും മതി. അത് നമ്മുടെ ചിക്കൻ്റെ ആ മാറിനേഷനിലേക്ക് ഒന്ന് ഇട്ട് കുഴച്ച്, വെറുതെ ആ മാറിനേഷൻ കളയണ്ടല്ലോ. അപ്പൊ ഞാനിനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ തക്കാളി വഴറ്റി എടുക്കും കേട്ടോ. പിന്നെ അതേസമയം ഞാനൊരു ഇച്ചിരി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇത് ഞാനൊന്ന് അരച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയൊരു നമ്മുടെ ഒരു വിരലിൻ്റെ അത്ര നീളമുള്ളൊരു ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ കറിവേപ്പില കേട്ടോ, ഒരു 2 കറിവേപ്പില, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അതിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തക്കാളി നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഇതിട്ട് കൊടുക്കാം. നെയ്യ് ഒരു വലിയ സ്പൂൺ നെയ്യ് തന്നെ ഇട്ടേക്കാം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യിട്ട് കൊടുക്കണ്ടല്ലോ. അതുപോലെ ചിക്കൻ്റെ എണ്ണ കൂടി ഇരിപ്പുണ്ട് വറുത്തത്, വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് വേണമെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി ഡ്രൈ ആവാൻ തോന്നുവാണെങ്കിൽ ഞാൻ അതിൽ 1-2 സ്പൂൺ ഇട്ട് കൊടുക്കും. പക്ഷെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നെയ്യാണ്. അതുപോലെ അരി എടുക്കുന്നത് കൈമ റൈസ് ആണ് കേട്ടോ, നമ്മുടെ ജീരകശാല അരി. ഞാനൊരു 15 മിനിറ്റ് നിന്ന് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇട്ടെ. 10-15 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കണേ. തക്കാളി ഇടുവാണ് കേട്ടോ. നമ്മൾ നേരത്തെ മസാലക്കകത്ത് കുഴച്ച് വെച്ച തക്കാളി. ഞാൻ ആ മിച്ചം വന്ന അതിനകത്തേക്ക് അങ്ങ് ഇട്ടെന്നുള്ളതാണ്, ഒരു നിർബന്ധമില്ലേ. ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളകിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. തക്കാളി നല്ല തുടങ്ങുന്നത്. തക്കാളി മസാല മെയ്ക്ക് മെയിനായിട്ട് തക്കാളിയാണ് വേണ്ടത്. തക്കാളിയുടെ ടേസ്റ്റാണ് നിമിഷം ഏറ്റവും എന്താ പറയുക, നമ്മുടെ ബിരിയാണിക്ക് മസാലയായിട്ട് വരുന്നത് മെയിനായിട്ട് ഈ തക്കാളിയാണ്. ഒരുപാട് തക്കാളി ഇട്ടാൽ കൊള്ളത്തില്ല, നമ്മൾ ഭയങ്കര ഗ്രേവി ആയിരിക്കും. പക്ഷെ നമ്മളൊരു ആവശ്യത്തിന് തക്കാളി ഇടാം കേട്ടോ, ഒരു 2-3. ഞാനിപ്പോൾ എടുത്തേക്കണ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോ ചിക്കൻ ഉണ്ട്.
പിന്നെ അരി എടുത്തേക്കുന്നത് 1.5 കപ്പ് അരിയാണ് കേട്ടോ. അങ്ങനെ ഇതേ നോക്കിയ നിമിഷം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഒരു 2 ടീസ്പൂൺ കേട്ടോ, 2 വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തേ. നല്ല മണം വരുന്നില്ല, ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അല്ലേ? നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്താൽ കേട്ടോ. പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഓൾറെഡി നല്ല ബിരിയാണിയുടെ നല്ല മസാല മണം വരുന്നില്ല. പക്ഷേ ഇനി ഇത് ഗരം മസാലയാണ്, ഒരു ടീസ്പൂണാണ് കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാല. വേറെ ഒരു മസാല ഇല്ല, ഉള്ളി ഗരം മസാല. മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇടുന്നുണ്ടല്ലോ ഉഷ, ഒരു വലിയ ടേബിൾ സ്പൂൺ ആണ് തൈര്, 1.5 ടേബിൾ സ്പൂൺ തൈര് ഇടാം കേട്ടോ. ഒരു എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇടുന്ന, ഒന്നും കൂടി പോവാതെ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മെരക്കോട്ടെ ഫുഡൊക്കെ കഴിച്ചതേ, കൈയൊക്കെ ചിക്കൻ അതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തു, ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, എനിക്ക് ചിക്കൻ ഈ വറുക്കുന്നതാണ് ഏറ്റവും പാടില്ല. ആ സമയം നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കണേന്നല്ലേ? ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പരിപാടി ഇല്ല. അതെ അതെ, പരിപാടികളെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു. മസാല റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇനി അരി റെഡി ആക്കിയാൽ മതി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. യോജിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഇടാം, ഇങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് അരിയുടെ പരിപാടി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തമായിട്ട് നമ്മൾ വേവിക്കും പിടിക്കും ഒന്നും വേണ്ട. നമ്മൾ ദം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ബാക്കിയെല്ലാം വെന്തോളും കേട്ടോ. നമ്മളെല്ലാം അരി നമുക്ക് റെഡിയാക്കാം. എന്താ മേറ അരി 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 നമ്മൾ നമ്മുടെ നെയ്യ് ഇട്ട് കൊടുത്തു. അരി ഇത് സ്റ്റാർ, ഒരു സ്റ്റാർ, 2-3 ഏലക്ക. ഇത് ജാതിപത്തിരിയാണ് കേട്ടോ. കുറച്ച് ജാതിപത്തിരി ഇട്ടു, കുറച്ച് ജീരകം, ഇത് നമ്മുടെ ഗ്രാമ്പു ഒരു 3-4 എണ്ണം, കുരുമുളക് ഇരുതി, കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറുവാപ്പട്ടയും കൂടെ ഇടാം നമുക്ക്. എന്റെ ആ മേടിച്ച സാധനം കൊണ്ട് എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. ഇതെല്ലാം സ്പൈസസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 കറുവാപ്പട്ടയും കൂടെ ഇട്ടേ. നമ്മളൊരു സാധനം കൂടെ ഇടാൻ പറഞ്ഞു കേട്ടോ, ബേ ലീവ്സ്. ഒരു 2 കുഞ്ഞി ഇലയും കൂടെ ഇട്ടേക്കാം. നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. അങ്ങനെ നമ്മുടെ സ്പൈസസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 15 മിനിറ്റ് വറുത്തെടുക്കണേ. വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം, ഒന്നും അതിൻ്റെ ആ വെള്ള ഇതൊന്ന് മാറിയാൽ മതി. വെള്ളച്ചവ മീൻസ് നനവൊന്ന് മാറാനായിട്ട്. നമ്മുടെ റൈസ് നന്നായിട്ട് നല്ല വിട്ട് നിൽക്കും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ. നമ്മുടെ അരിയൊക്കെ ഇതേ നന്നായിട്ട് നോക്കി ആ വെള്ളമയമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയില്ലേ മിഷ, അതൊരു 2 കുഞ്ഞു ടീസ്പൂൺ ഇട്ടു കേട്ടോ. അപ്പൊ അത് നമ്മുടെ റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കും. നമ്മളിനി എന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളം അരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് 1.5 കപ്പ് അരിയാണ്. ഇപ്പം ഞാൻ ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയുടെ മേളിലേക്ക് ഒരു ഇച്ചിരി, അതായത് ഇതുണ്ടോ ഈ വിരലിന്റെ ഒരു ഫിംഗർ ടിപ്പ് മേളിലേക്ക് വെള്ളം പൊങ്ങി നിൽക്കണം കേട്ടോ. ആയിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ ആ ഒരു അളവിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിനി ആവശ്യമുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ അരിക്ക്. ഇതൊരു 1 ടീസ്പൂൺ ഉണ്ടേ, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. കുറച്ചും കൂടെ ഇടാം. കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചതല്ലേ, അത് 1 സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ചിമിച്ചുകൊണ്ടായിരുന്നു ഇതൊക്കെ. ഞാൻ അങ്ങനെ ഇടുന്നവരുണ്ട്. ഞാൻ പല ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ റിസർച്ച് ചെയ്ത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കി എടുത്താണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈഡ് ഒനിയൻ. ഇത് ഞങ്ങൾ മേടിച്ചതാണ്, അപ്പം നിങ്ങൾക്ക് തന്നെ വറുത്തെടുക്കാം. വറുത്തെടുത്ത ഉള്ളി, സവാള ഡീപ് ഫ്രൈ. ദൂരെ സമയം വേണമെന്ന് അറിയാം, എന്ത് സമയം വേണം, എണ്ണ വേണം, അതിലും വേണം. ഈ ഇരിക്കുന്ന ഇത് ചിക്കൻ്റെ അകത്തേക്ക് നമ്മളൊരു 1 പിടി, ഒരു 2 പിടി സവാള കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ.
കാര്യം നല്ല സൂപ്പർ എടുത്ത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. എടുത്തോ? ഞങ്ങളുടെ പല ഫോട്ടോസും അവളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് അവള് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരും, അല്ലേ നിമിഷ? അതെ, ഒന്ന് കാണിച്ചേ അമ്മേനെ, എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചേ. എടുത്ത് കുറച്ച് അവളെടുക്കും, നന്നായിട്ട് എടുക്കും, നന്നായിട്ട് എടുക്കും. നീ കാണാൻ മേലടാ, നീ നോക്ക്. ആ സൂപ്പർ ഫോട്ടോയാണല്ലോ മർക്കട്ടി, അടിപൊളി ഫോട്ടോയാണല്ലോ. താങ്ക് യു. അരിയായോ ചായ? അരി ഒരു 3/4 പരുവായിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ അരി 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒന്ന് വേവ് നോക്കുവാണെങ്കിൽ കേട്ടോ, ഇങ്ങനെ ഞെങ്ങുമ്പോൾ ഇങ്ങനെ ഞെങ്ങി വന്നു കഴിഞ്ഞാൽ സംഭവം 3/4 പരുവായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് അവനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടുന്നതിന് മുന്നേ നമ്മൾ എന്നെ ചെയ്യണം, ഒരു ഇച്ചിരി മല്ലിയില, കൊത്തി അരിഞ്ഞ മല്ലിയില ഇച്ചിരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തു. നമ്മളത് ഈ അരി ഇങ്ങ് കോരി നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് ഇടുവാണ്, മസാലക്കകത്തേക്ക്. അത് അവസാനം ഇടാം. സാധാരണ നമ്മൾ നെയ്യിൽ വറുത്താട്ടോ കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇടുന്നത്. പക്ഷെ ഞങ്ങൾ നെയ്യിൽ വറക്കുന്നില്ല കേട്ടോ, ഞങ്ങൾ നേരെ അങ്ങ് ഇടുക ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങൾക്ക് നെയ്യിൽ വറുത്തിട്ടുണ്ടെങ്കിൽ ഇടാം. പക്ഷെ ഇവിടെ ഞങ്ങൾ അങ്ങനെ സാധാരണ ചെയ്യാറില്ല, അല്ലേ? പക്ഷെ ആവിക്കാത്തിരുന്ന അത്യാവശ്യം അതൊരു ഇതായിട്ട് വരും കേട്ടോ. അരിയെല്ലാം നമ്മൾ ഇട്ടു, ലെയർ ആയിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്, നേരെ അരിയും ചിക്കനും അതിന്റെ മേത്ത് നമ്മൾ റൈസും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളൊന്നുമില്ല, നമ്മുടെ ഇച്ചിരി കൂടെ മല്ലിയില ഉള്ളത് നമ്മൾ അങ്ങ് ഇടുന്നു. പിന്നെ നമ്മുടെ വറുത്ത ഉള്ളിയില്ലേ, അത് മേളിലും തൂന്നു. മുന്തിരിങ്ങ, നമ്മുടെ കിസ്മിസ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞങ്ങൾ നേരെയാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് നെയ്യിൽ വറുത്തിട്ടിടണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ടിടാം കേട്ടോ. ഒരു വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാട്ടോ ഇത് കശുവണ്ടി കൊണ്ട് ഇടുന്നേ. ഇത് ഓൾറെഡി റോസ്റ്റഡാണ്, അതുകൊണ്ട് നമുക്ക് അല്ലേ അപ്പം നമ്മൾ ദം ചെയ്യുന്നതിന് മുന്നേ അവസാനം ചെയ്യുന്ന പരിപാടി, ഞാൻ ഒരു 1/4 കപ്പ് പാലെടുത്ത് കേട്ടോ. 1/4 കപ്പ് താഴെയുള്ള ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ താഴെ മഞ്ഞപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കുവാണേ. ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ബിരിയാണിക്ക് ഒരു കിഡിലും ഫ്ലേവർ കൊടുക്കും കേട്ടോ. നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ ഒന്ന് തൂവി കൊടുത്താൽ മതി. ടീസ്പൂണിലാണ് ഞാനൊന്ന് തൂവി കൊടുക്കും എല്ലായിടത്തേക്ക്. ബിരിയാണിക്ക് അത്യാവശ്യം നല്ല കളറും കൊടുക്കും, നല്ലൊരു ഫ്ലേവറും കൊടുക്കും കേട്ടോ. ഞാനൊരു 5-6 ടീസ്പൂൺ ഇട്ടു കേട്ടോ. ഇത് അപ്പോൾ ഇനി ഒന്നുമില്ല കേട്ടോ, ഇനി നെയ്യൊന്നും ഒഴിക്കണ്ട, നേരെ ഇവനെ അടച്ചു വെക്കുക. ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 20 മിനിറ്റ് ദം ചെയ്ത് വെക്കുക. അതിനുശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കൂടെ തീരെ ചെറിയ തീയിൽ 10 മിനിറ്റ് കൂടെ ദം ചെയ്തെടുക്കുക. സംഭവം റെഡി. അത് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. റെഡി റെഡിയാണോ? യെസ്, പറഞ്ഞോ. Are you sleepy? We can go and sleep now, okay? I'm so sleepy എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ലേ? ഉറങ്ങിക്കോ. ഇതുണ്ടോ, തീ ഇത്രയും പാടുള്ളൂ കേട്ടോ. തീ വളരെ കുറച്ച്, മീഡിയം തീ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ജസ്റ്റ് ഇനി നമ്മൾ വെക്കുന്നത് തീരെ കുറച്ച് തീയിൽ. നിമിഷം അന്നേരത്തേക്ക് സാലഡിന്റെ അരിയാണ് കേട്ടോ. നിമിഷയ്ക്ക് ഒരു നിർബന്ധം, സാലഡ് കൂട്ടിയേ കഴിക്കത്തുള്ളൂ. എനിക്കാണോ ഇച്ചാലേ കള്ള, ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണോ സാലഡ്. ഞാൻ സാലഡ് ഇല്ലാതൊക്കെ കഴിക്കട്ടോ, ഇച്ചാന് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ് കൂടെ ആയിക്കഴിഞ്ഞാൽ ബിരിയാണി തുറന്നു തക്കാളിയും സവാള ഇച്ചിരി ഇഞ്ചി ശകലം ഇടും, പിന്നെ ഇച്ചിരി പച്ചമുളക്, തൈര്. അവനൊന്ന് കാണിച്ചാ മെറീവേ കാണാം. പക്ഷെ അവന്റെ മുഖം എടാ നോക്കിയടാ അമ്മേനെ. അയ്യോ, കണ്ണൊക്കെ അടയ്ക്കുന്നുണ്ടോ? നേരത്തെ ഏറ്റിരിക്കുവല്ലോ. ഹാപ്പി ഈസ്റ്റർ അപ്പപ്പാ.
അങ്ങനെ നമ്മളെ റീബൂട്ടിനെ വിളിച്ചോണ്ടിരിക്കാന്ന് കേട്ടോ. അവരോട് കുറെ നേരം സംസാരിച്ചു. ഭയങ്കര ചിരിയും കളിയാണ്. അതെ അതെ, അവൻ മെഡിക്കലായിട്ടിരിക്കണം കേട്ടോ. ചെണ്ടകൊട്ട ഇപ്പൊ ഭയങ്കര ചെണ്ടകൊട്ടിന്റെ സൂപ്പർ ആയിട്ട് കൊട്ടു കേട്ടോ. അതുപോലെ പപ്പ കൊറേ സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, പസില് പോലെ. അതെല്ലാം മിടുക്കനായിട്ടിരുന്ന് ചെയ്യുന്നുണ്ട്. നല്ല കറക്റ്റ് ആയിട്ട് വെക്കും, ഇത് ചെയ്യൊക്കെ ചെയ്യും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തേക്ക് നമ്മുടെ ബിരിയാണി ഇതേ ചെറിയ തീയിലേക്ക് എടുത്തു വെച്ചോട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് കുഞ്ഞൊരു തീയില്, തീ കണ്ടോ നിങ്ങള്, ഇത്രയും ചെറിയ തീയില വെക്കാവുള്ളൂ കേട്ടോ. അവിടെ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. അതുപോലെ അപ്പത്തിന്റെ മാവ് ഓൾറെഡി പൊങ്ങി വരുന്നുണ്ട്. ആണോ? വേണമെങ്കിൽ ബിരിയാണി വെച്ചിട്ട് വേണമെങ്കിൽ അപ്പം സ്റ്റൂം തന്നെ കഴിക്കാം. അയ്യോ വേണ്ടെന്നേ, ആണോ? ബിരിയാണി എന്റെ മനസ്സങ്ങ് പോയി. പോയോ? ബിരിയാണി കഴിക്കണം. ലഞ്ചിലേക്ക് മാറി ബിരിയാണി വൈകുന്നേരത്തേക്ക്. അതുകൊണ്ട് വൈകുന്നേരം അപ്പവും സ്റ്റൂ അങ്ങനെയാക്കി കേട്ടോ. ആണോ? ഞാൻ പറഞ്ഞ പോർക്ക് ഉണ്ടാക്കാം. പോർക്ക് ഫ്രൈ ഞാൻ പറഞ്ഞു സ്റ്റൂ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ സ്റ്റൂ ഉണ്ടാക്കിയത്. ആണോ? അടിപൊളി. അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടാണോ പോകുന്നത്? ഓക്കെ, അത് കൊള്ളാം. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, അത് കൊള്ളാം. എന്നാ ശരി, എന്നാ ബൈ. ഹാപ്പി ഈസ്റ്റർ. ബൈ ബൈ. അങ്ങനെ നമ്മൾ വീട്ടിലേക്കൊക്കെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ 2 വീട്ടിലേക്ക് നമ്മൾ ഫോൺ വിളിച്ച് എല്ലാവർക്കും ഒക്കെ ഹാപ്പി ഈസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടാ. പെണ്ണിനെ നമ്മളൊന്ന് ഉറക്കാൻ നോക്കി, നടന്നില്ല കേട്ടോ, പരാജയപ്പെട്ടു പോയി. നമ്മള് അതുപോലെ തന്നെ എണീറ്റ് വന്ന് ഇങ്ങനെ പരിപാടി ദം പൊട്ടിക്കണ്ടേ. നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം. ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ലൊരു ഈസ്റ്റർ നേർന്നുകൊണ്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകുന്നു. വിശന്നിട്ട് കുടല കയറി കേട്ടോ. അതുപോലെ അപ്പം പൊങ്ങി നല്ല സൂപ്പർ ആയിട്ടോ. വേണമെങ്കിൽ അപ്പം ചൂടാം. അപ്പം ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ഇന്ന് ഏതായാലും ബിരിയാണി കഴിക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് നമുക്ക് അപ്പാക്കാം. ആയിക്കോട്ടെ, തോന്നേടി കണ്ടോ. സൂപ്പർ. നമ്മൾ നന്നായിട്ട് ഇളക്കണതിന് മുമ്പ് കൊച്ചിന് മാത്രമായിട്ട് ഇച്ചിരി ഭാഗം നേരത്തെ എടുക്കുവാണേ. കാരണം അവൾക്കൊരു ഇച്ചിരി സ്പൈസ് ഉണ്ടെങ്കിൽ അവള് കഴിക്കില്ല കേട്ടോ. ഇച്ചിരി എരിവുണ്ടെങ്കിൽ അവള് കഴിക്കും. ചോറ് മാത്രം ഇച്ചിരി എടുക്കുവാണേ. പിച്ചാന്റെ അടിയിൽ നിന്ന് എടുത്തു കേട്ടോ. നിമിഷക്ക് വിളമ്പിക്കൊണ്ടിരിക്കുവാണേ. നല്ല സൂപ്പർ മണം കാരണം ഇവിടെ നിൽക്കത്തില്ല കേട്ടോ. സൂപ്പർ. എങ്ങനെയുണ്ട് വിഷ? എന്താ മണം? സൂപ്പർ അല്ലേ ചായ? ഹാപ്പി ഈസ്റ്റർ. അടിപൊളി ബിരിയാണി. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു. റൈസ് ഒക്കെ ഞങ്ങളൊന്ന് അടുത്ത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വെന്ത് നല്ല ജ്യൂസി ആയിട്ടോ ഇരിക്കണേ. കഴിച്ചിട്ട് ഞാനും നല്ല ഉണ്ടാക്കിയതാണ്. സൂപ്പറാ. ഈ ബിരിയാണി കലക്കുന്ന കണ്ടല്ലറിയാടെ. ചിക്കനൊക്കെ ഇച്ചിരി റൈസൊക്കെ നല്ല മയമുണ്ട്, നല്ല ജ്യൂസി ആട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ആയി വെക്കുമ്പോൾ തന്നെ അടിപൊളിയാവും. നല്ല നെയ്യും ബിരിയാണിയുടെ നമ്മുടെ ചിക്കൻ്റെ ഇതും സൂപ്പർ. അടിപൊളി, സൂപ്പർ ബിരിയാണി. അങ്ങനെ അതേ ഇപ്പം ഉറങ്ങി തകർത്തിട്ട് അമ്മയും മോളും. ഞാനും ഉറങ്ങിപ്പോയി. എന്തൊരു ഉറക്കമാണെന്നല്ലേ, ബിരിയാണി കഴിച്ചാൽ ഇങ്ങനെ ഉറങ്ങോ അല്ലേ? എപ്പോ ഉറങ്ങി? ഞങ്ങളൊരു 2 മണിക്കൂറിന് മേളിൽ ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. മൈക്കാണ്ടോ? നീ മൈക്ക് വെച്ചില്ലല്ലോ. കൊച്ചു വേണം മൈക്ക് എടുത്ത് തരാൻ നിനക്ക്. അപ്പം ഇന്ന് ഉറങ്ങിയ ബിരിയാണി കഴിച്ചതിന്റെ ക്ഷീണം കൊണ്ട് അടിപൊളിയായിരുന്നു. ഏതായാലും നമുക്കൊരു ഉറക്കം, നമുക്ക് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് മടുത്തിരിക്കുമല്ലോ. ഒരു ഉറക്കം ഇടയ്ക്ക് നല്ല കേട്ടോ. നീ പിന്നെ ഒരു നിമിഷം പാൻകേക്ക് ഉണ്ടാക്കുന്നു. ഞാൻ പാൻകേക്ക് ഉണ്ടാക്കാൻ പോവാ. അവർക്ക് ഫുഡ് ഉണ്ടാക്കും. പാൻകേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. രാത്രി അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അതുപോലെ നമുക്ക് തന്നെ പരിപാടി വേറെ. നമ്മുടെ അപ്പം മാവ് പൊങ്ങി നോക്കിയോ? നല്ല സൂപ്പർ ആയിട്ട് പൊങ്ങി നിച്ചാൻ പറഞ്ഞു. അത് ശരി. നിന്റെ പറച്ചിൽ കേട്ടപ്പോ ഞാൻ അവിടുത്തെ നീ പൊങ്ങിയത് കണ്ടെന്ന് എടുത്തു നോക്കി. പൊങ്ങി കാണണേ.
ഓ പൊങ്ങിട്ട് താന്നടേ. പൊങ്ങിയിട്ട് താന്നു പിന്നെ ഉണ്ടാക്കാറായി. അതെ അപ്പൊ ഉണ്ടാക്കാറേ ശരി ഇത് പൊങ്ങി വന്നായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇവിടം വരെ പൊങ്ങിയായിരുന്നു. അതെ അതെ നല്ല പാകമാട്ടോ. ഇനി നമുക്ക് ഇടയ്ക്കിട്ട് സൂപ്പറായിട്ട് അപ്പം ചൂടാട്ടോ. ചുട്ടെടുത്താൽ മതി. നല്ല പാകം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കൊച്ചിന് അപ്പം ചുട്ടു കൊടുത്താലോ? ഇവള് പക്ഷേ എനിക്ക് സംശയം ഇവക്ക് റീവിനും അപ്പത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചുട്ടു നോക്കാം, ആയോ നോക്കാം. കാരണം എന്താ അവൾക്ക് വലിയ താല്പര്യമില്ല. കണ്ടിട്ടായെന്ന് എനിക്ക് തോന്നണം. അപ്പം അതാർന്നിട്ട് നമ്മുടെ ഈസ്റ്റർ സെലിബ്രേഷൻ, ഈസ്റ്ററിന്റെ ഏതായാലും നമ്മൾ അടിച്ചു പൊളിച്ചു. ആ താങ്ക് യു മിറ. ബിരിയാണി ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബിരിയാണി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവർ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഗ്യാരണ്ടി, ടേസ്റ്റ് ഗ്യാരണ്ടി അല്ലേ ഉഷ? ടേസ്റ്റ് ഗ്യാരണ്ടിയാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. ഈ ഈസ്റ്ററിന് ഒരു നല്ലൊരു ഈശോ പാട്ടും കൂടെ പാടണ്ട. കഴിഞ്ഞ പാട്ട് കോപ്പറേറ്റ് അടിച്ചില്ല ബാധിതര. ഒരു പാട്ടും കൂടെ പാടി നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ വൈകി വേണ്ടി തരാം. നസ്രീത്തിൻ നാട്ടിലെ പാവനെ മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി, വെൺമാലാഖ നിന്നാമം നാട്ടി, കന്യാശയിൽ ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി, മന്നാകെയും കാക്കുവാനോ മനപ്പൈതൽ വന്നേ, മാർത്തേ പാരിതിൽ പെറ്റമ്മ കന്യയോ, പീഡാനുംബരം താണ്ടുന്നോളേ മറിയേ. ഗുഡ് സൂപ്പർ അല്ലേ മിറ? അടിപൊളി. അപ്പൊ നമുക്ക് ഓ എന്നാ പാടിക്കോ. I want a golden song. golden song പഠിക്കാം. I'm gonna hide it now and shine it like a bottom bed. We came in a hallway, gets on fire, what we they going up, 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 as amore. Cutie, go away, cutie, go away. Up, 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 and I say, kiss to our kidding me, got it. Oh my god! Hi friend, അടിയോ. Good girl. അങ്ങനെയൊക്കെ തോന്നിയാലേ പാടത്തുള്ളൂ. അവ ദേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഈസ്റ്റർ നേരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അതെ വേറെ അടുത്ത ദിവസം കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും നേർക്കോട്ടെ. നിമിഷ ഉച്ചക്ക് വരുന്നുണ്ട് കേട്ടോ. ഉഷ ഇതാണ് നമ്മ പറഞ്ഞ അപ്പം. ഇതാണ് നമ്മൾ പറഞ്ഞ അന്ത അപ്പം. ആഹാ നല്ല കേട്ടേക്ക് സൂപ്പർ.